TMC സ്ട്രാറ്റജി വർക്കിംഗ് ആണോ? 100% വർക്കിംഗ് ആണ്. ബിക്കോസ് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം കുഞ്ഞു അക്കൗണ്ട് $100 അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു $1000-10,000 മാനുവൽ അക്കൗണ്ട് ആയി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് നമ്മളിപ്പോൾ മാക്സിമം ഒരു 4 lakhിൻ്റെ അക്കൗണ്ട് ഒരു മാനുവലി പാസ്സാക്കിയിട്ട് പ്രോഫിറ്റ് എടുത്ത അക്കൗണ്ട് എല്ലാം TMC സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താ പറയുക, പഠിച്ച ഒരുപാട് ആൾക്കാർ സക്സസ്ഫുള്ളി ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കം ചില ആൾക്കാർക്ക് അതിൽ റിസൾട്ട് കിട്ടുന്നില്ല. അവർ ഇങ്ങനെ അതും റിസൾട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ആ വിഭാഗം ആൾക്കാർക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും മടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രേഡിംഗ് ഒരു പക്ക ഒരു സ്കില്ലാണ്, അല്ലാതെ ഒരു ഈസി മണിയായിട്ട് നമ്മൾ കണക്കൂട്ടാൻ വേണ്ടി പാടില്ല. എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഒരു ക്വിക്ക് റിച്ച് സ്കീം അല്ല. പെട്ടെന്ന് പണക്കാരനാകാനുള്ള സാധനമല്ല. പെട്ടെന്ന് പണക്കാരനാകാം എങ്ങനെ? നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഏതൊരു സ്കില്ലായാലും അങ്ങനെ തന്നെയല്ല. അപ്പോൾ ഈ പഠിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാരണവശാലും ഇത് റിസൾട്ട് കിട്ടില്ല എന്ന് പറയാൻ കാരണം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾക്കിപ്പം ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ എന്താക്കും, ഫിലിമിൽ ഓരോ ആൾക്കാർ കാർ എടുത്തിട്ട് ചേസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആകുന്നുണ്ടാവും അല്ലേ? ട്രേഡിങ്ങിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻസ് വരും. അതുപോലെ എന്താണ്, നമുക്ക് ട്രേഡിങ്ങും ഒരു സ്കില്ലാണ്, ഡ്രൈവിംഗ് സ്കില്ലാണ്. ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ആ സ്കില്ല്, ആ ഒരു ഇതെനിക്ക് പഠിക്കണം, എനിക്ക് ഇതുപോലെ വണ്ടി എടുക്കണം, പറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കുന്നത്, ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നു, നമ്മൾ ലേണേഴ്സ് എടുക്കുന്നു, അതിൽ പാസ്സാകുന്നു, ഇനിയിപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു, അതും പാസ്സാകുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ലൈസൻസ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ട്രേഡിങ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, നമ്മൾ പഠിക്കുന്നു, നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ട്രേഡറിൻ്റെ കോഴ്സ് കഴിയുന്നു. രണ്ടും സെയിം ആയി. നമ്മൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ലൈസൻസ് കിട്ടിയിട്ട് അത് പോക്കറ്റിലിട്ടിട്ട് വെറുതെ അവിടെ വീട്ടിലിരിക്കുക ചെയ്യുന്നത്. നാളെ നമുക്ക് ഒരു ട്രിപ്പ് പോകണം. ഇപ്പോൾ ആരെങ്കിലും പറയാം മസനഗുഡി വഴി ഊട്ടിയിലേക്കൊന്ന് പോയാലോ? നടക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടി നമ്മൾ നിരന്തരം വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ ഊട്ടിയിലേക്ക് പോകണം. ജസ്റ്റ് എക്സാമ്പിൾ, ഊട്ടിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നിരപ്പായ റോഡ് മാത്രമാണോ? അല്ല, നമുക്ക് കുണ്ടും കുഴിയിൽ ഒരുപാട് റോഡുകളുണ്ട്, ഹമ്പുകളുണ്ട്, ഡിപ്പുകളുണ്ട്, അതുപോലെ തന്നെ കയറ്റങ്ങളുണ്ട്, ഇറക്കളങ്ങളുണ്ട്, സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കേവ്, ഹെയർ പിൻ ബെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമ്മൾ ഇതേപോലുള്ള റോഡുകളിൽ നിരന്തരം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന്, ചിലപ്പോൾ നമുക്ക് എന്താണ്, വണ്ടി ക്ലച്ച് നടക്കുന്ന സമയത്ത് കുത്തി ഓഫ് ആവുമായിരിക്കും, ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതില്ല. എന്നാൽ പോലും പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ട്രേഡിങ്ങിന് നമ്മൾ പഠിച്ചിന് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നമ്മൾ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ SL അടിച്ചാൽ പോലും അതിനെ തലേ കൈവച്ച് പിരാകാതെ എന്തുകൊണ്ട് SL അടിച്ചു, ഞാൻ പഠിച്ചതിലെ മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ല ഞാൻ ഏതെങ്കിലും ഒരു കാര്യം മറന്നു പോയതാണോ, അല്ല മാർക്കറ്റിൽ വരുന്ന ഫേക്ക് മൊമെന്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പ്രാക്ടീസിങ്ങിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ നമുക്ക് ആ ഒരു മാർക്കറ്റിനെ കോൺകർ ചെയ്തെടുക്കാൻ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. 100% പറ്റൂല എങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പ്രൊഫഷണൽ വേയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിന് മടി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ 100% നിങ്ങളുടെ പൈസ വേസ്റ്റ് ആണ്. ഈ കോഴ്സ് നല്ല ഒരു കോഴ്സ് എടുത്തിട്ടും കാര്യമില്ല. ഏതൊരു കോഴ്സിനായാലും, ഈ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഏത് കോഴ്സിനായി കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്, അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ ദയവായിട്ട് TMC കോഴ്സ്, ട്രൂസെൻസിൻ്റെ TMC കോഴ്സ് എന്നല്ല ഒരു കോഴ്സും എടുക്കരുത്. കാരണം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയാണിത്, നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രിയും നിങ്ങൾക്കൊരു എൻട്രിയും കിട്ടില്ല, രണ്ടാൾക്കും സെയിം എൻട്രിയാണ് കിട്ടുക. നമ്മൾ ഇടുന്ന ലോട്ട് സൈസിൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 1:3 ആണ് ഏറ്റവും മിനിമം RR കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം 1:3 ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവുന്ന പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ 1:3 നമ്മൾ എന്താക്കും, അവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, മാർക്കറ്റ് കുറച്ചുകൂടി പോകാം എന്നുള്ളത്. നമ്മൾ എന്താക്കും, SL വെച്ച് ട്രെയിൽ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രോഫിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. എന്നല്ലാതെ എൻട്രികൾ ഓൾവേസ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അത് അതിൻ്റെ സീരിയസ്നെസ്സിൽ ഇതൊരു പ്രൊഫഷണൽ ആക്കണം, ഇത് നമുക്കൊരു വരുമാനം ഇതിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പഠിക്കാൻ മടിയുള്ള ആൾക്കാർക്ക്, അല്ലെ പ്രാക്ടീസ് ചെയ്യാൻ മടി, ഇപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറയും, നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നല്ല. അവരൊരു പേരിന് 1-2 ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ പോകും, പിന്നെ മഷിട്ടൊക്കെ കാണില്ല, പിന്നെ വല്ലപ്പോഴും ഏതോ നൂറ്റാണ്ടിൽ വന്നിട്ട് ഒരു ചാർട്ടും കൂടി അയച്ചിട്ട് പോകും. ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല സുഹൃത്തെ. നമുക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ഒരു ചാർട്ട് വരക്കേണ്ടത് അയക്കേണ്ടത്. നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകാതെ ഇരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം നമ്മളും പഠിക്കുന്ന കാലം നമ്മളും ഇതുപോലെ തന്നെ ഒരുപാട് കുഴികളിൽ വീണ്, നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടും ട്രേഡ് ചെയ്തിട്ടും കുറേ കോപ്പി ട്രേഡ് ചെയ്തിട്ടും അക്കൗണ്ട് മാനേജ് ചെയ്യാൻ കൊടുത്തിട്ടും സിഗ്നൽ നോക്കിയിട്ടൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ട്രേഡർ ആകണം. അപ്പോൾ ആ രീതിയിൽ ആ സീരിയസ്നെസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ടൊരു
എന്താ പറയുക, നമുക്കൊരു വയറ്റപ്പിഴപ്പായിട്ട് നമുക്ക് സാധാരണ പറയുമല്ലോ, നമുക്കൊരു വരുമാന മാർഗ്ഗം ആക്കിയിട്ട് ഇതിന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ ഇത് നമ്മൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തരിക എന്നുള്ളൊരു ഈസി വേ ആയിട്ട് കണ്ടിട്ട് ഒരിക്കലും പോകരുത്. കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളെ പോറ്റിക്കോളും. ഈ ഒരു സ്കില്ല് ഏതൊരു സ്കില്ലിനെ പോലെ തന്നെ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ഒരു സ്കില്ലിൻ്റെ ബേസിലായിരിക്കുമല്ലോ. അപ്പോൾ ഇതും ആ ഒരു സ്കില്ല് തന്നെയാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9 to 6 വരെ ഇരിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ആർക്കും റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു നിശ്ചിത സമയമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കില്ലും നല്ലൊരു പ്ലാറ്റ്ഫോമും തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി ഞാൻ പറയുന്നു, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ദയവായിട്ട് ഈ പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങളുടെ പൈസ 100% വേസ്റ്റ് ആകും. അതുകൊണ്ട് കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇതൊരു പ്രൊഫഷൻ ആക്കണം, എനിക്ക് ഓക്കെ ക്ഷമയുണ്ട് എന്നുള്ള രീതിയിൽ പഠിക്കാൻ വരുന്നവർക്ക് ഓൾവേസ് വെൽക്കം. നമുക്കറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.